ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോയിറ്റി. ലിസണിങ് വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു മൊഡ്യൂളാണ് സ്റ്റുഡൻസിന്. ലിസണിങ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ടിപ്സൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോയിൻ്റായിട്ട് എഴുതി വെച്ചാൽ അങ്ങനെ അതനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഡേ ബൈ ഡേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലിസണിങ്ങിൻ്റെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, എ പാട്ടിനും ബി പാട്ടിനും നിങ്ങളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ലിസണിങ്ങിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാറുള്ളൂ. കാരണം അത്രയേറെ ഇമ്പോർട്ടൻസ് ആ ഒരു ലിസണിങ്ങിൻ്റെ എ പാട്ടിനും ബി പാട്ടിനും ഉണ്ട്. പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയ വീഡിയോസ് കണ്ടില്ലെങ്കിൽ കൂടെ പുതിയ വീഡിയോസിൽ നിന്നും അവർക്കൊരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ എ പാട്ട് ബി പാട്ട് നന്നായിട്ട് ചെയ്തതിന് ശേഷം എല്ലാ ദിവസവും നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കോർ കൂടും എന്ന് വീണ്ടും വീണ്ടും നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരുന്നത്. ബിക്കോസ് നമുക്കറിയാം, നമ്മുടെ ലിസണിങ് എ പാട്ടിൽ 24 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ബി പാട്ടിൽ 6 ക്വസ്റ്റ്യൻസുമുണ്ട്. കമ്പാരിറ്റീവ്ലി സി പാർട്ട് നമ്മൾക്ക് ഈ രണ്ട് പാട്ടിൽ നിന്നും വളരെ ഡിഫിക്കൾട്ടാണ്. അപ്പോൾ നമുക്ക് എ പാട്ടും ബി പാട്ടും കൂടി നമ്മൾക്ക് 30 ആൻസേഴ്സ് അവിടെ തന്നെ ഉണ്ട്. 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾക്ക് വേണ്ടത് 30 റൈറ്റ് ആൻസേഴ്സ് ആണ്. ഔട്ട് ഓഫ് 42 30 റൈറ്റ് ആൻസേഴ്സ് ആണ് വേണ്ടത്. നമുക്ക് 350 ആണ് നമ്മൾക്ക് വേണ്ട സ്കോർ. അത് 30 റൈറ്റ് ആൻസേഴ്സ് കിട്ടുമ്പോൾ ആ 350 സ്കോർ, അതിനെ നമ്മൾ ബി സ്കോർ എന്ന് പറയും. ലിസണിങ്ങിന് നമ്മൾക്ക് ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് ഞാൻ തന്നത്. നന്നായിട്ട് എ പാട്ടും ബി പാട്ടും ഒരു ദിവസം കൂടുതലായിട്ട് മെറ്റീരിയൽസ് ചെയ്താൽ നിങ്ങൾക്കത് ഈസിയായി സ്കോർ ചെയ്യാമെന്നുള്ളത്. എ പാട്ടിൽ നിന്നും ഔട്ട് ഓഫ് 24 or 22 21 കിട്ടിയാൽ, ബി പാട്ടിൽ നിന്നും ഔട്ട് ഓഫ് 6 5 or 4 കിട്ടിയാൽ ഈസിലി നിങ്ങൾക്ക് ഒരു 25 26 27 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് നിങ്ങൾക്ക് സി പാട്ടിൽ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. സി പാട്ട് 12 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ നിന്ന് ഒരു 5 or 6 കിട്ടുന്നത് അത്ര ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയൊരു രീതിയിൽ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നമായിട്ട് തന്നെ ഞാൻ എത്ര സ്കോർ കിട്ടണം, ഓരോ പാർട്ടിൽ നിന്നും, എ പാട്ടിൽ നിന്നും എത്ര കിട്ടണം, ബി പാട്ടിൽ നിന്നും എത്ര കിട്ടണം, സി പാട്ടിൽ നിന്നും എത്ര കിട്ടണം, എനിക്കൊരു 350 കിട്ടുവാൻ, എനിക്ക് 30 റൈറ്റ് ആൻസേഴ്സ് കിട്ടുവാൻ എന്നുള്ള കൃത്യമായ ഒരു ബോധ്യത്തോടു കൂടി നിങ്ങൾ ലിസണിങ് പഠിക്കാനായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് തീർച്ചയായും നമ്മുടെ ലക്ഷ്യത്തിലെത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഒരു ദിവസം എത്ര മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾ ജോലിക്ക് പോകാതെ ഇരുന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ സമയം അനുസരിച്ച് എത്ര മെറ്റീരിയൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എ പാർട്ട് ബി പാർട്ട് ഒരുപാട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 3 or 4 എ പാർട്ടും ബി പാർട്ടും നമുക്ക് ലിസണിങ്ങിൻ്റെ നമ്മൾക്ക് ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി നിങ്ങൾ ബസ് ട്രാവൽ ചെയ്താണ് പോകുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ആ ട്രാവലിങ്ങിൻ്റെ ടൈമിൽ ഹെഡ്സെറ്റ് വെച്ച് ലിസണിങ്ങിൻ്റെ എ പാട്ടും ബി പാട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ തന്നെ ഹെഡ്സെറ്റ് വെച്ച് ആ ലിസണിങ്ങിൻ്റെ എ പാട്ടും ബി പാട്ടും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന ഒരു 10 ലിസണിങ് വേർഡ്സിലേക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇത്രയും ക്ലാസ്സുകൾ ഞാൻ ഇതിനു മുന്നവും ലിസണിങ്ങിൻ്റെ വേർഡ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി എപ്പോഴും ചോദിക്കുന്ന ഒരു 10 വേർഡ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ് 10 വേർഡ്സാണിത്. അപ്പോൾ ആ 10 വേർഡ്സിലേക്ക് കടക്കാം. അപ്പം ആദ്യത്തെ വേർഡ് ഞാൻ വായിക്കാം. ഓക്കെ, ഇത് പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ സെൻസേഷൻസ്, ഫീലിംഗ്, സിംറ്റംസ്, അതാണ് കേട്ടോ, രണ്ടുമാണ് പറയുന്നത്. ചിലപ്പോൾ അവർക്കുണ്ടാകുന്ന ഫീലിംഗ് സിംറ്റംസ്, വാട്ട് ഓൾ ആർ ദ സിംറ്റംസ് ദേ ഹാവ് എന്നുള്ളൊരു ക്വസ്റ്റ്യനകത്ത് വരുന്ന സിംറ്റംസും, അതുപോലെ തന്നെ പെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ്റെ സെൻസേഷൻ, ആ സെൻസേഷനെ ഏതൊക്കെ വാക്കുകളാലാണ് അവർ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതുമാണ് നമ്മൾ പോകുന്നത്. ഒന്നുകൂടെ പറയാം, പെയിൻ സെൻസേഷൻസ് ഓർ ഫീലിംഗ് സിംറ്റംസ്, അതിനെക്കുറിച്ചുള്ള ഒരു 10 വേർഡ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വേർഡിലേക്ക് പോകാം. ലെറ്റ് ഓഫ് ലീഷ് അല്ലെങ്കിൽ ഓഫ് ലീഷ്.
ഈ ഒരു ഫീലിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് വേർഡ്. ലെറ്റ് ഓഫ് ലീഷ് അല്ലെങ്കിൽ ഓഫ് ലീഷ്. വെരി കോമൺ ആയിട്ട് ചോദിക്കുന്ന ആദ്യത്തെ വേർഡാണ് ലിസണിങ്ങിലെ. ഇനി നമുക്ക് സെക്കൻഡ് വേർഡിലേക്ക് പോകാം. ലിംപ്, LIMP, ലിംപ്. ഐ ഹാവ് എ ലിംപ്. അതായിരിക്കും പേഷ്യൻ്റ് പറയുന്നത്. ഓക്കെ, പേഷ്യൻ്റ് സംസാരിക്കുവാണ്. ഇപ്പോൾ ഡോക്ടർ ആവട്ടെ അല്ലെങ്കിൽ നേഴ്സ് ആവട്ടെ, നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ചോദിക്കുവാണ്, ഓക്കെ നിൻ്റെ സിംറ്റം, നിനക്ക് എങ്ങനെയാണ് പെയിൻ ഫീൽ ചെയ്യുന്നത്? അപ്പോൾ അവർ പറയുവാണ് ഐ ഹാവ് എ ലിംപ്, എനിക്കൊരു ലിംപുണ്ട്, എനിക്കൊരു ലിംപുണ്ട്. ആ ഇഷ്യൂ ആണ് അവർ പറയുന്നത്, എനിക്കൊരു ലിംപുണ്ട്. സോ നെക്സ്റ്റ് വേർഡ് ഐ ഹാവ് എ ലിംപ്, LIMP, ലിംപ്, ലിംപ്. സോ അത് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ വേർഡ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. തേർഡ് വൺ സപ്പിൾ നെക്ക്. സപ്പിൾ നെക്ക്, നെക്കിലുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കും പേഷ്യൻ്റ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുമ്പോൾ ആ പേഷ്യൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വേർഡാണ് സപ്പിൾ നെക്ക്. SUPPLENECK, സപ്പിൾ നെക്ക്. സോ രണ്ടാമത്തെ വേർഡും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫോർത്ത് വേർഡിലേക്ക് പോകാം. ഫോർത്ത് വൺ ഏക്സ് ആൻഡ് ഏക്കിംഗ്. അത് പെയിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഏക്സ് ഓർ ഏക്കിംഗ്. സ്പെല്ലിംഗ് ACHES ഓർ ഏക്കിംഗ്. ഏക്കിങ്ങിൻ്റെ സ്പെല്ലിംഗ് ACHING. ഓക്കെ, എഴുതിയിട്ടുണ്ടാവുമല്ലോ. അതാണ് ഫോർത്ത് വേർഡ്. ഞാൻ ഫസ്റ്റ് വേർഡിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞിട്ടില്ലായിരുന്നു, അത് ഒന്നുകൂടെ കൂടി പറയാം. ലെറ്റ് ഓഫ് ലീഷ്, LETOFFLEASH, ലെറ്റ് ഓഫ് ലീഷ്. ഓഫ് ലീഷിൻ്റെ സ്പെല്ലിംഗ് കൂടെ കൂടി പറയാം. OFFLEASH, OFFLEASH. സോ സ്പെല്ലിംഗ് കിട്ടിയല്ലോ. നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്ത വേർഡിലോട്ടേക്ക് പോകാം. ആഗണി. ആഗണി, ഫിഫ്ത്ത് വേർഡാണ് ആഗണി. ആഗണിയുടെ സ്പെല്ലിംഗ് അതൊരു പെയിൻ റിലേറ്റഡ് ആയിട്ട് പറയുന്നതാണ്. ആഗണിയുടെ സ്പെല്ലിംഗ് AGONY, ആഗണി. ഫിഫ്ത്ത് വേർഡാണ് ആഗണി. ഓക്കെ, ഇനി സിക്സ്ത് വേർഡിലേക്ക് പോകാം. അലിഗ്മെൻറ്റ്, മിസ് അലിഗ്മെൻറ്റ്, മിസ് അലിഗ്. ഇങ്ങനെ മൂന്ന് വേർഡ് എഴുതിയാലും നമുക്ക് വരും. ഈ മൂന്ന് വേർഡും അലിഗ്മെൻറ്റിനെ കുറിച്ചുള്ളത് ചോദിക്കുന്നതാണ് കേട്ടോ. ALIGNMENT, അലിഗ്മെൻറ്റ്. ഇനി മിസ് അലിഗ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് MISALIGNMENT, അലിഗ്മെൻറ്റ് ഓർ മിസ് അലിഗ്മെൻറ്റ്. സോ ആ വേർഡും കിട്ടിയല്ലോ. നെക്സ്റ്റ് വേർഡിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് വേർഡ് ഈസ് ഓക്വാർഡ്. സെവൻത്ത് വേർഡാണ് കേട്ടോ, ഓക്വാർഡ്. സ്പെല്ലിംഗ് പറയാം. AWKWARD, ഓക്വാർഡ്. സെവൻത്ത് വൺ ഓക്വാർഡ്, ഓക്വാർഡ്. AWKWARD. സോ എയ്ത്ത് വൺ, ലിസണിങ്ങിലെ മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന എയ്ത്ത് വേർഡാണ് ബാൻഡ് ലൈക്ക് പ്രഷർ. ബാൻഡ് ലൈക്ക് പ്രഷർ. ഈ ബാൻഡ് ലൈക്ക് പ്രഷറിനുണ്ടല്ലോ, ബാൻഡ് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹൈഫനേറ്റഡ് വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. റീഡിങ്ങിലായാലും ലിസണിങ്ങിലായാലും നമ്മൾ പരിചയപ്പെടുത്തും. നമ്മൾ എഴുതുന്ന വേർഡിന് ഒരു ഹൈഫൻ ഉള്ളതാണെങ്കിൽ എപ്പോഴും ഹൈഫൻ ഇട്ട് തന്നെ നമ്മൾ എഴുതണം. ഹൈഫൻ നമ്മൾ എഴുതാനായിട്ട് മറക്കരുത്. ഹൈഫൻ വിട്ട് കളഞ്ഞാൽ നമ്മൾക്ക് അത് നെഗറ്റീവ് മാർക്കാണ്, മാർക്ക് തരില്ല. സോ ബാൻഡ് ലൈക്ക് പ്രഷർ, BAND-LIKE-PRESSURE, ബാൻഡ് ലൈക്ക് പ്രഷർ. സോ ആ വേർഡ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. നെക്സ്റ്റ് നയൻത്ത് വേർഡിലേക്ക് പോകാം. ബാർക്കിംഗ്, നാസ്റ്റി കഫ്. ഓക്കെ, അപ്പോൾ ഒരു പേഷ്യൻറ്റിന് കഫാണ്. അപ്പോൾ കഫ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഹൗ ഇറ്റ് ഫീൽസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും മിക്കവാറും. അപ്പോൾ ആ പേഷ്യൻ്റ് പറയണം, ഓക്കെ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ബാർക്കിംഗ്, ഒരു ബാർക്കിംഗ് വോയിസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ നാസ്റ്റി കഫ്. സോ ബാർക്കിങ്ങിൻ്റെ സ്പെല്ലിംഗ് ആദ്യം നോക്കാം. BARKING
നാസ്റ്റി കഫിൻ്റെ NASTY barking or nasty cough. Our last word, today's last word, 10th, crusty mucus. മോസ്റ്റ് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു വേർഡാണ് കേട്ടോ. എക്സാമിനൊക്കെ പല പ്രാവശ്യം എഴുതി വീണ്ടും എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്. അവർക്കിത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. എത്ര പ്രാവശ്യം അവർ ഈ വേർഡ് കേട്ടിട്ടുണ്ടാവും. പക്ഷെ അവർ ക്രസ്റ്റി എന്നുള്ളതിൻ്റെ സ്പെല്ലിങ്ങോ അല്ലെങ്കിൽ ക്രിസ്റ്റി എന്നുള്ള വാക്ക് പെട്ടെന്ന് കേൾക്കാത്തത് കൊണ്ടോ പെട്ടെന്ന് തന്നെ അത് മിസ്റ്റേക്ക് ആയിപ്പോയി. ക്രിസ്റ്റി എന്നൊക്കെ പറയുമ്പോൾ ക്രസ്റ്റി എന്നാണ് അവർ പറയുന്നത്, ക്രസ്റ്റി. അതിന് ക്രിസ്റ്റി എന്നൊക്കെ എഴുതി വെക്കും ചിലർ, CHRISTY അതൊക്കെ എഴുതി വെക്കും. അപ്പോൾ അത് റോങ് ആൻസറിൻ്റെ കൂട്ടത്തിൽ പോവും. ക്രസ്റ്റി എപ്പോഴും ചോദിക്കുന്നതാണ്. അതിൻ്റെ ആ വേർഡ് ഒന്ന് പഠിച്ചു വെക്കുക, സ്പെല്ലിംഗ് ഒന്ന് പഠിച്ചു വെക്കുക. CRUSTY ആണ് ക്രസ്റ്റിയുടെ സ്പെല്ലിംഗ്. മ്യൂക്കസ്, ഇനി ക്രസ്റ്റി മ്യൂക്കസ് അല്ലാതെ വെറും മ്യൂക്കസ് ആയിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം മ്യൂക്കസിൻ്റെ സ്പെല്ലിങ്ങും പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MUCUS. സോ ടുഗദർ ഇറ്റ് ഈസ് ക്രസ്റ്റി മ്യൂക്കസ്. CRUSTY MUCUS, ക്രസ്റ്റി മ്യൂക്കസ്. സോ 10 വേർഡ്സ് നമ്മൾ പഠിച്ചു. എല്ലാ വേർഡ്സും ഞാൻ ഒന്നുകൂടെ കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് വേർഡ് വാസ് ലെറ്റ് ഓഫ് ലീഷ് or off leash. Second word, limp. How you will say this? I have a limp. Third one, supple neck. Supple neck, about neck. The symptom of about neck. Describe ചെയ്തിരിക്കുകയാണ് പേഷ്യൻ്റ്. സപ്പിൾ നെക്കാണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ, എയ്ക്സ് ഓർ ഏക്കിംഗ്, പെയിനെ കുറിച്ചാണ്. ഫിഫ്ത്ത് വൺ, ആഗണി. ദിസ് ഈസ് ഓൾസോ അബൌട്ട് പെയിൻ. സിക്സ്ത് ആണ് മിസ് അലിഗ്മെൻറ്റ് ഓർ അലിഗ്മെൻറ്റ്. സെവൻത്ത് വൺ, ഓക്വാർഡ്. എയ്ത്ത് വൺ, ബാൻഡ് ലൈക്ക് പ്രഷർ. ഓക്കെ, ബാൻഡ് ലൈക്ക് പ്രഷർ ഹൈഫനേറ്റഡ് വേർഡാണ്. നയൻത്ത് വൺ, ബാർക്കിംഗ് ഓർ നാസ്റ്റി കഫ്, റിലേറ്റഡ് ടു കഫാണ്. 10th one is crusty mucus. Crusty mucus, very important word. Crusty mucus. So today we learned 10 new words for listening section. ലിസണിങ്ങിന് കോമൺലി ചോദിക്കുന്ന 10 ന്യൂ വേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. എപ്പോഴും ചോദിക്കുന്ന വേർഡ്സ് ആണ്. സോ ലിസണിങ്ങിന് ഒരു ബുക്ക് ഉണ്ടാവണം ഡെഫിനറ്റ്ലി. നിങ്ങൾ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ഡെയിലി ഇപ്പോൾ നിങ്ങളൊരു 3 മെറ്റീരിയൽസ് ചെയ്യുന്നുണ്ട്, എ പാർട്ട്. അതിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല, ആ വേർഡും നിങ്ങൾ എഴുതി വെച്ച് പഠിക്കണം. ഇപ്പോൾ ഞാൻ തരുന്ന വേർഡ്സും അതേ ബുക്കിൽ തന്നെ എഴുതി വെച്ച് പഠിക്കണം. ഒരു 100 വേർഡ്സൊക്കെ നമ്മൾ ഫെമിലിയർ ആക്കിയിട്ടാണ്, നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ എക്സാമിന് പോകുന്നതെങ്കിൽ എങ്ങനെയെല്ലാം അവർ പ്രൊനൗൺസ് ചെയ്താലും എത്ര ഡിഫറൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നതെങ്കിലും നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആയതുകൊണ്ട് തന്നെ അതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുകയും അതുമാത്രമല്ല സ്പെല്ലിങ്ങും ആ വേർഡ് പഠിക്കുമ്പോൾ നമ്മൾ കൂടെ പഠിക്കും. അപ്പോൾ ആ സ്പെല്ലിങ്ങും കൃത്യമായിട്ട് എഴുതുവാനും വേർഡ്സ് കേട്ട് മനസ്സിലാക്കുവാനും വെരി ഈസിലി നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കോറ് നന്നായിട്ട് ഉയരുന്നു. നമുക്ക് ലിസണിങ്ങിൽ ഈസി ആയിട്ട് ഒരു 350 മേടിക്കാനായിട്ട് മോസ്റ്റ് കോമൺലി വരുന്ന ലിസണിങ്ങിൽ വരുന്ന വേർഡ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് സാധിക്കും. വെരി കോമൺ ആൻഡ് വെരി ഈസി ആയിട്ടുള്ള ഒരു 10 വേർഡ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്ത ദിവസവും ഇതുപോലെ തന്നെ ഞാൻ അടുത്ത 10 വേർഡ്സുമായിട്ട് വരും. സോ ഇതിന് മുന്നമുള്ള എൻ്റെ വീഡിയോസ് കണ്ട് അതിലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന റീഡിങ്ങിലും ലിസണിങ്ങിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വേർഡ്സ്, റീഡിങ്ങിൻ്റെ ആണെങ്കിൽ സിനണിംസ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ലിസണിങ്ങിലാണെങ്കിൽ മോസ്റ്റ് കോമൺലി ചോദിക്കുന്ന വേർഡ്സാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അത് എഴുതിയും ഒക്കെ പഠിക്കുക. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.